Hi everyone, hello Magle, welcome back to our English class. So, നമ്മുടെ നീം ബാബയ്ക്ക് ശേഷം നമ്മുടെ നീം ബാബ എന്ന the last chapter which we were together. So അതിനുശേഷം ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇന്നത്തെ പോം ആണെങ്കിലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതയാണ്. So before beginning the poem, let me ask you a question like yes. Let me ask you a question like നിങ്ങൾ എല്ലാവരും എന്താ പറയാ യെസ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ചെറിയ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എന്താണ് 4-5 വയസ്സുള്ള സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ സ്കൂളിൽ പോകേണ്ടി വരുന്നു. സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ ചെറിയ LKG ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ വലിയ ക്ലാസ്സിലെത്തി നിങ്ങൾ അയ്യോ ഇത് അതിനേക്കാളും വലിയൊരു ലോകം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഹയർ സ്റ്റഡീസിന് വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്താണ് മോർ ബിഗ് ക്ലാസ്സസ് അല്ലേ. അപ്പം ഇതൊക്കെ എന്താണ് നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ചുറ്റും എന്നുള്ളത് എല്ലാം നമ്മൾ വേറെ സ്ഥലത്ത് പോയാൽ വേറെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മൾ പറയാറുണ്ട് പൊട്ടക്കിൻ്റെ തവളനെ പോലെയെന്ന്. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത് പൊട്ടക്കിൻ്റെ തവളനെ പോലെയെന്ന്? ബിക്കോസ് ദ തവള എന്താ വിചാരിക്കുന്നത്? തവള തിങ്സ് ദാറ്റ് എന്താണ് യെസ് ഈ എന്താണ് കിണർ മാത്രമേ എന്തുള്ളൂ ലോകമുള്ളൂ എന്ന്, കിണറിനപ്പുറത്ത് എന്തില്ല വേറൊന്നുമില്ല എന്നാണ് എന്ത് വിചാരിക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ എന്താണ് വാട്ട് എ ബേർഡ് തോട്ട് അല്ലേ. നമ്മുടെ പോയത്തിൽ ആക്ച്വലി നമ്മളൊരു കിളി നമ്മുടെ പക്ഷി ഇങ്ങനെ ഓരോ സമയത്തും നമ്മുടെ പക്ഷി എന്ത് ചെയ്യാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഫോർ ബിഗിനിങ് ദ പോം we have a small part of action here. Let us do these activities before we read. Look at the picture and discuss what you see in the picture with your teacher and classmates. Think of a time when you worked hard. What did you do then? How did it help you? How did it make you feel? Think of a time. നിങ്ങളോട് ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. വെൻ യു വർക്ക് ഹാർഡ് നിങ്ങൾ ഏറ്റവും എന്താണ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തൊരു സമയത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇവിടെ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികളാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എക്സാം നമുക്ക് പറയാം. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എക്സാമിൻ്റെ രാവിലെയൊക്കെ നേരത്തെ എഴുന്നേറ്റ് ഉറക്കത്തു നിന്നൊക്കെ വേഗം എണീറ്റ് എന്താണ് വേഗം പഠിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എക്സാം ടൈം എന്ത് ചെയ്യാം ഇവിടെ വേണേൽ പറയാം. തിങ്ക് ഓഫ് എ ടൈം യു വർക്ക് ഹാർഡ്. വാട്ട് ഡിഡ് യു ഡു ദെൻ? ഹൗ ഡിഡ് ഇറ്റ് ഹെൽപ്പ് യു? ഹൗ ഡിഡ് ഇറ്റ് മേക്ക് യു ഫീൽ? Also discuss in groups. What are the places you see birds? So also discuss in groups. Where are the places you see birds? എവിടെയാണ് നിങ്ങൾ പക്ഷികളെ കാണുന്നത്? യു ടെൽ മീ. നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഉത്തരങ്ങൾ തന്നെ പറയാട്ടോ. പക്ഷികൾ നിങ്ങൾ ഒരുപാട് കാടും മലയൊന്നും ചിന്തിക്കേണ്ട. പക്ഷികൾ എന്തുണ്ടോ ദേ ആർ അറൗണ്ട് us. നമുക്ക് ചുറ്റും എന്തുണ്ട് പക്ഷികളുണ്ട്. ഓക്കെ. അപ്പോൾ പക്ഷികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അല്ലേ. നമ്മൾ എന്താണ് ചുറ്റുപാടിൽ നമ്മൾ കാണുന്നുണ്ട്, മരത്തിൽ കാണുന്നുണ്ട് അല്ലേ. ദേ ആർ എവ്രിവെയർ അറൗണ്ട് us. നമ്മളെ ചുറ്റുപാടും എന്തുണ്ട് ബേർഡ്സ് വി ക്യാൻ സീ. നൗ വാട്ട് ഡു യു സീ ദ ബേർഡ്സ് ഡൂയിങ്? നമ്മൾ നോക്കുക ബേർഡ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ സമയത്ത് കാക്കയൊക്കെ ആണെങ്കിൽ വെറുതെ ഇരിക്കുന്നത് കാണാം. എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ എന്താണ് വേഗം വന്ന് കൊത്തി തിന്നുന്നത് കാണാം അല്ലേ. ചിലപ്പോൾ പറക്കുന്നതായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംതിങ്. Now, what are the places you see birds? What do you see the birds doing? എന്താണ് നിങ്ങൾ കാണുന്നത്? What എന്താണ് നിങ്ങൾ കാണുന്നത്? Do you want to fly like a bird? Why? നിങ്ങൾക്ക് എന്താണ് പക്ഷിനെ പോലെ പറക്കണം എന്നുണ്ടോ? Why? എന്തുകൊണ്ട്? So do you want to fly like a bird? Why? എന്തുകൊണ്ട്? ഉണ്ടോ നിങ്ങൾക്ക്? മിസ്സിന്റെ മക്കൾ പറഞ്ഞേ നിങ്ങൾക്ക് അങ്ങനെ പറക്കണമെന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടടാ? നിങ്ങൾക്ക് അങ്ങനെ പറക്കണം എന്നുണ്ടോ? Yes, നോക്ക. Do you want to fly like a bird and why? What does a baby bird think about its wall? What does a baby bird think about its wall? എന്താണ് കുഞ്ഞു പക്ഷി അതിന്റെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളെടുത്ത് ഇവിടെ ചോദിക്കുന്നത്. Read the sentences and replace the underlined words with their correct meaning. നമ്മളടുത്ത് ഇവിടെ എന്താണ് ഇവിടെ കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട്. We have some sentences given in the bracket, in the column, sorry. And also ഇവിടെ നമ്മൾ എന്താ കാണുന്നത് ഇറ്റ് ഹാസ് ഇറ്റ്സ് മീനിങ് അല്ലേ. അവിടെ എന്തുണ്ട് മീനിങ്ങും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ദി കളർ ഓഫ് ദ ഫെദർ വാസ് നോട്ട് ഡാർക്ക് ബട്ട് പെയിൽ. അപ്പോൾ എന്താണ് പക്ഷിയുടെ തൂവൽ എന്തല്ല വലിയ ഡാർക്ക് കളർ ഒന്നുമില്ല. ഇറ്റ് വാസ് എന്താണ് പെയിലായിരുന്നു, ഭയങ്കര മങ്ങിറ്റായിരുന്നു. ഓക്കെ. എന്താണ് നേരിട്ടിൽ കാണുന്നുള്ളൂ. ദി ബട്ടർഫ്ലൈ മൂവ്ഡ് ലൈറ്റ്ലി ആൻഡ് ക്വിക്ക്.
quickly. Butterfly, it moved lightly and quickly. പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ബട്ടർഫ്ലൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. On to the flowers ഇല്ലേ, ഒരു പൂമ്പാറ്റിൽ നിന്ന് അടുത്ത പൂമ്പാറ്റിലേക്ക് പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? The butterfly flies. അല്ലേ? Third one, it is finally, last, അവസാനമായി. I finished my bird painting after trying many times. I finished my bird painting after trying many times. അല്ലേ? അവസാനം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ബേർഡിൻ്റെ പെയിന്റിംഗ് ഒന്ന് ഫിനിഷ് ചെയ്ത് തീർത്തോ. The pretty flowers were the prize for the gardener's hard work. നമ്മുടെ ആ ഗാർഡനറുടെ ഹാർഡ് വർക്കിനുള്ളൊരു ഫലമായിരുന്നു എന്ത്? ഈ പറയുന്ന പൂക്കളൊക്കെ. അപ്പൊ നമുക്കറിയാം പെയിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ലൈറ്റ് എന്നാണ്. നോക്ക്, നിങ്ങൾ മൂവ് ലൈറ്റ്ലി ആൻഡ് ക്വിക്ലി എന്ന് പറഞ്ഞ എന്താണ്? ഫ്ലട്ടേർഡ് ആണ്. യെസ്, വെരി ഗുഡ്. എന്താണ് ഫ്ലട്ടേർഡ്? തേർഡ് വൺ, ഇറ്റ് ഈസ് ഫൈനലി, അവസാനം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് അറ്റ് ലാസ്റ്റ്, അല്ലെ, അവസാനം. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് എന്താ? ഗാർഡനേഴ്സ് ഹാർഡ് വർക്ക്. ഗാർഡനറുടെ ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലേബർ, ജോലി, തൊഴിൽ. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ എന്ന് പറഞ്ഞ എന്താണ്? ജോലി, നമ്മുടെ തൊഴിലൊക്കെ അല്ലേ. സോ അപ്പൊ ഇതും എന്താണ്? we did. ഇത് നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ എന്താണെടാ? 1 2 3 4 നമ്മൾ 4 അല്ലേ വൊക്കാബുലറി എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. Now let's move. ബ്യൂട്ടിഫുൾ പോം. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുഞ്ഞു പോമാണ് ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാണ്. ഭയങ്കര രസമാണ്. നമ്മൾ when we think about this, sorry, we have to think about this, okay? നമ്മൾ എന്ത് ചെയ്യണം? തിങ്ക് ചെയ്യണം. We have to think about this. I lived first in a little house and lived there very well. I thought the world was small and round and made of pale blue shell. So the bird was thinking like, oh, first. Like, where did the bird live first? എവിടെയാണ് നമ്മുടെ പക്ഷി കുഞ്ഞ് ആദ്യമായിട്ട് ജീവിച്ചത്? Where did he live? എവിടെയാണ് ഇത് ജീവിച്ചത്? ഫസ്റ്റ് ആയിട്ട്, ആദ്യമായിട്ട് എവിടെയാണ് നമ്മുടെ പക്ഷി കുഞ്ഞ് ജീവിച്ചത്? So I lived first in a little house and it may be the shell. അതെന്താവാം? ഒരു ഷെല്ലാവാം. സോ ല്ലേ നോക്കുക, I lived there very well. അപ്പൊ I was very happy there. ഇവിടെ എന്തായിരുന്നു? ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. I was very safe there. ഞാൻ വളരെ സേഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ഇവിടെ അല്ലേ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എന്നെ വന്ന് ആരും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് വിളിച്ചത്. So I was very happy there. I was very happy there. I thought the world was small and round. I thought the world was small and it was round and made of pale blue shell. So my world, it was covered by blue shell. So it may be the shell. It may be the L shell. അല്ലേ? അപ്പോൾ നമ്മുടെ പക്ഷി കുഞ്ഞ് എന്താ പറയുന്നത്? നമ്മുടെ പക്ഷി കുഞ്ഞ് ആക്ച്വലി അതിന്റെ ഫസ്റ്റ് ടോമിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് ടോം എന്താ? നമ്മുടെ പക്ഷിയുടെ ഫസ്റ്റ് ടോം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അതിന്റെ ഷെൽ. അതിന്റെ എന്താണ്? യെസ്, അതിന്റെ ഒരു എഗ് അല്ലേ. അവിടെ എന്തായിരുന്നു? ഷി വാസ് എന്താണ്? സെറ്റ്. ഷി വാസ് ഹാപ്പി ദോ, ഷി വാസ് സേഫ് ദോ, ഷി വാസ് എന്താ പറയുക, കംപ്ലീറ്റ്ലി ഫുൾ ദോ. സോ ഷി തോട്ട് ദാറ്റ് ദിസ് ഇസ് മൈ വേൾഡ്. Now I lived next in a little nest. I lived next in a little nest. Okay, no needed any other. I thought the world was made of straw and nestled by my mother. So I lived next in a little nest. So പിന്നെ ഞാൻ എവിടെയാണ് താമസിച്ചത്? അല്ലേ? പിന്നെ ഞാൻ ആക്ച്വലി ഒരു കുഞ്ഞു നെസ്റ്റിലാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. സോ പിന്നെ ഞാൻ ജീവിക്കുന്നത് എവിടെയാ? ഒരു ചെറിയ നെസ്റ്റ്, ഒരു ചെറിയൊരു കൂട്ടിലാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്? പിന്നെ ഞാൻ ജീവിച്ചത്, പിന്നെ ഞാൻ താമസിച്ചത്. നോ നീഡഡ് എനി അതർ. എനിക്കാണെങ്കിലോ വേറൊന്നും വേണ്ട. ഐ വാസ് ഹാപ്പി there. I was okay there. അപ്പൊ പിന്നെ ഞാൻ ജീവിച്ചത് ഷെല്ലിൽ നിന്നും കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഐ മൂവ് ടു എങ്ങോട്ടേക്കാ? ഒരു നെസ്റ്റിലേക്ക്, ടു എ നെസ്റ്റ് അല്ലേ. അവിടെയാണെങ്കിൽ എന്താണ്? ഞാൻ അടിപൊളിയായിട്ട് എന്താണ്? ജീവിക്കായിരുന്നു അല്ലേ. നോക്ക്, no needed any other. I thought the world was made of straw. So I thought the world was made of straw. അപ്പൊ എന്റെ വിചാരം എന്താ? എന്റെ ലോകം എന്താണ്? ഈ പറയുന്നത് കമ്പും ചില്ലും കാരും എല്ലാം കൂടി ആയിട്ട് എന്താണ് ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് അതിന്റെ മേലെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്.
Okay, അപ്പൊ നോക്കുക. I thought the wall was made of straw and nested by my mother and nuzzled by my mother. So, അപ്പോ അവിടെ എന്താണ്, ആരാ ഉള്ളത്? എൻ്റെ അമ്മയാണ് അല്ലേ? എൻ്റെ അമ്മയാണെന്ത് അവിടെ ഉള്ളത്. അപ്പൊ അമ്മയുടെ കൂടെ ആ കൂട്ടിൽ എന്താണ്, ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യാണ്, ജീവിക്കുകയാണ് അല്ലേ? സോ അത്രയും കാര്യങ്ങളാണ് എന്താ നമ്മുടെ ബേർഡ് ഇവിടെ പറയുന്നത്. Yes, I thought that my world was safe. അപ്പൊ എൻ്റെ ലോകം എന്ന കുഞ്ഞു ലോകമാണ്. അതുമാത്രമല്ല, ഭയങ്കര സേഫ് ആയിട്ട് എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നിൽക്കാൻ പറ്റും. One day I fluttered from my nest. ഒരു ദിവസം എനിക്കങ്ങ് തോന്നാണ്, എപ്പോഴും ഞാനിങ്ങനെ കൂട്ടിലിരുന്നാൽ ശരിയാവോ? ഇത് മാത്രമാണോ ലോകം? One day I fluttered from my nest to see what I could find. I said the world is made of leaves. I have been very blind. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആലേ നോക്കുക. One day I fluttered from my nest to see what I could find. I said the world is made of leaves. I have been very blind. Okay, that is very, 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 very ബ്യൂട്ടിഫുൾ അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ് നമുക്ക് ഇവിടെ തന്നത്. ഒരു ദിവസം നമ്മുടെ കുഞ്ഞി പക്ഷിക്ക് തോന്നാ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടി തന്നെ? വൈ കാൻറ്റ് ഐ ഫ്ലൈ? എനിക്ക് എന്തുകൊണ്ട് പറന്നൂടാ? എനിക്ക് എന്തുകൊണ്ട് പറന്നൂടാ? എനിക്ക് എന്തുകൊണ്ട് പറന്നു പോയിക്കൂടാ? One day I fluttered from my nest to see what I could find. I said the world is made of leaves. I have been very blind. അല്ലേ? ഞാൻ എന്തായിരുന്നു? To see what I could find. എനിക്ക് കണ്ടെത്താൻ പറ്റാവുന്ന, അല്ലേ, എനിക്ക് കണ്ടെത്താൻ പറ്റാവുന്ന എല്ലാ കാര്യം. To see what I could find. അല്ലേ, എനിക്ക് എന്താണ് കണ്ടെത്താൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ. One day I wanted to see what I could find. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, നോക്കട്ടെ ഞാൻ എനിക്ക് എന്താ കണ്ടെത്താൻ പറ്റുക എന്നുള്ളത്. I said the world is made of leaves. അപ്പൊ എനിക്ക് തോന്നി, ഈ ലോകം മുഴുവൻ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഇലകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പൊ ഞാൻ ആക്ച്വലി എൻ്റെ നെസ്റ്റിലെ എൻ്റെ കൂട്, എൻ്റെ ആ കൂട്ടിൽ നിന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഓക്കെ, അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തിൽ, പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് എന്ത് മനസ്സിലായത്? ആക്ച്വലി ഈ ലോകം മുഴുവൻ എന്തുകൊണ്ടുണ്ടാക്കിയതാ? ലീവ്സ്, ഇലകൾ കൊണ്ടുണ്ടാക്കിയതാണ്, പച്ചപ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. ആൻഡ് ഐ വാസ് ബ്ലൈൻഡ്. ഇത്രയും കാലം ഞാൻ എന്തായിരുന്നു? എനിക്കിതൊന്നും അറിയാഞ്ഞിട്ടാണ്. ഐ വാസ് എന്താണ്? ലൈക്ക് ബ്ലൈൻഡ്. ഞാനൊന്നും കാണാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് കാണാത്ത ആള്. അപ്പം ആക്ച്വലി എനിക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു തരം അന്ധതയിലായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണാതായി പോയി. That is the meaning. Now at length I flew beyond the tree. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നാണ്, ഞാൻ ഒന്ന് എന്ത് ചെയ്യണം? മരത്തിന്റെ മേലേക്ക് ഒന്ന് പറക്കണം. At length I flew beyond the tree. കുറെ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? ആ മരത്തെക്കാളും മേലേക്ക് എന്ത് ചെയ്ത്? ഞാൻ പറന്നു. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പം ആ മരത്തെക്കാളും എന്ത് ചെയ്ത? മേലേക്ക് ഞാൻ എന്ത് ചെയ്ത? പറന്നു. Quite fit for grown up labors. Quite fit for grown up labors. എന്താ പറയുന്നത്? അവിടെ നിറയെ എന്തുണ്ട്? ജോലി എടുക്കുന്ന ജോലിക്കാരെല്ലാം ഉണ്ട്. I don't know how the world is made. അവരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്ത്? അതിശയിച്ചു പോയി. അപ്പൊ ഞാനിങ്ങനെ അതിശയിച്ച് നോക്കി നിൽക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളൊക്കെ എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം, എന്താണ്? എങ്ങനെയാണ് ഈ ലോകം ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഈ പറയുന്ന ലോകം എന്താണ്
ഉണ്ടാക്കിയത്. മെയ്ഡ് എന്ന് പറഞ്ഞ V3 ഫോം ആണ്, മറന്നുപോയതോ. ആൻഡ് neither do my neighbors. സോ എനിക്കും എന്താണ് എൻ്റെ നെയ്ബേഴ്സ്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ തൊട്ടടുത്തുള്ള മറ്റുള്ള പക്ഷികളായിരിക്കാം, അവർക്ക് ആർക്കും അറിയില്ല എന്താണ് എങ്ങനെയാണ് ഈ പറയുന്ന ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ പുറത്ത് വന്ന സമയത്ത് മരത്തിൻ്റെ മേലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് എനിക്ക് തോന്നി എന്തോ ഉണ്ട് ഈ മരത്തിൻ്റെ ഒക്കെ മേലെ. അങ്ങനെ പറന്ന് പറന്ന് കടലിൻ്റെ മേലെ കൂടെ പോയി, ആകാശത്തിൻ്റെ മേലെ കൂടെ പോയില്ലേ, എന്താ മലകളുടെ മേലെ കൂടെ പോയി, സൂര്യന് ചുറ്റും പറന്നപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടൊക്കെ ഈ ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലോകത്ത് എന്തൊക്കെ വസ്തുക്കളുണ്ട്, എന്തൊക്കെ മീൻസ് എന്താണ്, എന്തെല്ലാമോ വസ്തുക്കൾ എന്തുണ്ട് ഈ ലോകത്തിലുണ്ട്. അതെന്താ എനിക്ക് തോന്നി അല്ലേ. സോ ദാറ്റ് ഈസ് എ പോം. അപ്പൊ ഇത്രയും എന്തുള്ളൂ നമ്മുടെ കവിതയുള്ളൂ. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇതിന്റെ എക്സസൈസ് ആണ്. നോക്ക് നിങ്ങളോ. Let us discuss. Read the poem again. Identify the main idea of each stanza. There are 2 extra given. Read the poem again. നിങ്ങളടുത്ത് ഈ കവിത എന്താണ് വീണ്ടും വായിക്കാനാണ് പറയുന്നത്. Identify the main idea of each stanza. നമ്മുടെ ഓരോ സ്റ്റാൻസയിലും എന്താണ് ഉദ്ദേശം എന്നുള്ളത് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. There are 2 extra given. 2 കാര്യങ്ങൾ എന്തുണ്ട് എക്സ്ട്രാ ആയിട്ട് തന്നിട്ടുണ്ട്. The bird steps out into the world. The bird steps out into the world. നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസെ പറയുന്നാലേ എന്താണ്, മരത്തെക്കാളും മേലെ എന്തുണ്ട്, ഞാൻ പറന്നു. നോക്ക്, The bird lit happily in a small world. നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയാണ് അല്ലേ, നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിലുള്ളതാണ്. വളരെ സ്മോൾ ഷെല്ലാണ്. ആൻഡ് ഐ വാസ് ഹാപ്പി. ദ ബേർഡ് ബിക്കംസ് ബ്ലൈൻഡ് ഡ്യൂ ടു ലീവ്സ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയുന്നുണ്ട് എന്താണ്, പച്ച ഇലകൾ കൊണ്ടും ഇലകൾ കൊണ്ടുണ്ടാക്കിയ ലോകമായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, എൻ്റെ കൂട്ടിന് പുറത്തേക്ക് ഞാൻ വന്നില്ല, അതുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല. The bird flies away as an adult. കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ പക്ഷി കുഞ്ഞ് എന്ത് ചെയ്ത് അങ്ങ് പറന്നു അല്ലേ. വലിയ വലുതായി ജോലിയൊക്കെ എടുക്കാൻ പറ്റാവുന്ന, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാവുന്ന വലിയ ആളുകളെ പോലെ എന്ത് ചെയ്തു, ഞാൻ പറന്നു. The bird lit in a cozy nest with its mother. വളരെ എന്താണ് സോഫ്റ്റ് ആയ അല്ലെ, വളരെ സുഖകരമായിട്ടുള്ള ഒരു മെത്തയിലെ cozy nest with its mother. അമ്മയുടെ കൂടെയാണ് ഞാൻ എന്തേ കിടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടിൽ എൻ്റെ അമ്മയും ഞാനുമാണ് ഉള്ളത്. നോക്ക്, നമ്മളത് എങ്ങനെ പറയാം. First one, the bird becomes energetic as she grows and flies to discover things for herself. The bird steps out. അവിടെ എന്താ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നോക്കാം. The bird steps, നോക്കാം, actually the bird becomes energetic as she grows. വളരുന്നതോടൊപ്പം ആ ബേർഡ് എന്താവുന്നുണ്ട്, ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്, മെച്ചുവേർഡ് ആവുന്നുണ്ട്, എനർജറ്റിക് ആവുന്നുണ്ട്. As she grows and flies to discover things for herself, the bird lives happily and secure in her nest. The second one. Third one, നോക്കുക, the bird becomes blind due to leaves. The bird flies out of the nest and sits on another branch and can see only leaves and feels blinded by the leaves around her. അപ്പൊ ആക്ച്വലി നമ്മുടെ പക്ഷിക്കുഞ്ഞ് എന്താണ്, ഈ പറയുന്ന കൂട്ടിൽ നിന്നും ഇറങ്ങി എന്താണ്, മരത്തിന്റെ അല്ലേ, ഇവിടെ എന്തുണ്ട്, ഇതിന്റെ കൂടുണ്ട്. മൂപ്പർ എന്ത് ചെയ്തു, ഇവിടെ നിന്നും ഇങ്ങനെ പോയി 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 ഇവിടെ വന്നിരുന്നപ്പോഴും നിറയെ എന്താ കാണുന്നത്, ഇലകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ബേർഡ് എന്താ വിചാരിക്കുന്നത്, പക്ഷി കുഞ്ഞാണെന്ന് വിചാരിച്ചു അല്ലേ. ആസ് എൻ adult she flies into the wall. Now the bird is unhappy. The bird is comfortable with her mother. Now ഇവിടെ നോക്കുക. Look at the pictures A to D and write the matching line from the poem for each. നോക്കാം നമുക്ക് ഏതൊക്കെയാ നോക്കുക. First one എന്താണ്, it is round nest in shell അല്ലേ. The first round nest in shell. നോക്കുക, ഫസ്റ്റ് round nest in shell അതാണ് എന്ത്, നമ്മൾ ആദ്യത്തത്. രണ്ടാമത്തത് എന്താണ്, nested by mother. Third one എന്താണ്, blind by leaves. The fourth one എന്താണ്, മൂപ്പർ എന്ത് ചെയ്ത, steps out into the world. എന്ത് ചെയ്യാണ്, ഈ ലോകത്തിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ മരത്തിന്റെ പുറത്തേക്ക് എന്ത് ചെയ്യാണ്, പോവാണ് കേട്ടോ. നോക്കിയേ നിങ്ങള്.
Okay, next one it is. Now recite the poem along with your teacher that you can do from your class. Look, let us think and reflect. Write whether the following sentences are true or false. It's an easy one. And then our first question it is, the bird changed its house 2 times. നമ്മൾ പക്ഷി എന്ത് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം അവൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, വീട് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൂ. The neighbors tell the bird about the world. No, 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 no. എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല അല്ലേ. Okay, now next one നോക്ക് നിങ്ങൾ അടുത്തത് നോക്കിയേ നിങ്ങൾ. Read the following lines from the poem and answer the questions given below. നോക്ക്, I thought the wall was made of straw. Okay, and nested by my mother, who lived in the nest along with the baby bird. Complete the following by choosing the correct option. The bird thought the world was made of straw because endukonda it lived in a straw hut. Nest was made of straw. Its mother fed straw to it. There was a straw all around. Adu straw le adinte koottilana endu irundathu le. അപ്പോൾ ആക്ച്വലി എടാ നമ്മൾ ആക്ച്വലി എന്താണ് ഇന്ന് ആകെ നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അടുത്തൊരു കാര്യം നോക്കാം. I said the world is made of leaves. I have been very blind. Why did the bird think the world was made of leaves? Because എന്താണ് അവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ പക്ഷി എന്ത് ചെയ്തിട്ടില്ല, മറ്റൊന്നും അല്ലേ, nothing else പക്ഷി എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല അല്ലേ. നെക്സ്റ്റ് എന്താണ്, what does the set of what I said mean? എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? I said the world is made of leaves എന്താണ്, shouted ആണ്, spoke ആണ്, cried ആണ്, spoke. Fill in the blanks to complete the sentences. Look, the bird felt that it had been very blind because it could not dash the leaves from dash. നമുക്കറിയാം അല്ലേ, the bird felt that it had been very blind because it could not എന്താണ് see the leaves from the nest. അല്ലേ, നെസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റുന്നില്ല മറ്റിലകളൊന്നും. Why did the baby bird think that its first wall was small, round and blue? Because അതെന്താണ് ആ സമയത്ത് എന്താണ്, that was his world. Okay guys, so we stop here. Thank you so much. സോ നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് എന്താണ് പാഠങ്ങളെല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്ന് നമുക്ക് ഇത്ര കുഞ്ഞു പോം നമുക്ക് പഠിക്കാനുള്ളൂ. സോ താങ്ക് യു ഗൈസ്. നീം ബാബ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇത് വളരെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു സോ മച്ച്. ബൈ.